തിരുവനന്തപുരം കമലേശ്വരത്ത് അമ്മയും മകളും ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കേസിലെ പ്രതി ഉണ്ണികൃഷ്ണന് താൽപര്യം ആൺ സുഹൃത്തുക്കളോടായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. നിരവധി ഗേ ഗ്രൂപ്പുകളിൽ ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നു. ഉണ്ണികൃഷ്ണന്റെ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക വിവരങ്ങൾ ലഭിച്ചത്. വിവാഹം കഴിഞ്ഞുള്ള 6 വർഷത്തിനിടെ ഗ്രീഷ്മയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് ഒരു ദിവസം മാത്രമാണ്. ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞത് 54 ദിവസവും. തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ഗ്രീഷ്മ ആത്മഹത്യാക്കുറിപ്പിൽ വ്യക്തമായി പറയുന്നുമുണ്ട്. ഉണ്ണികൃഷ്ണന്റെ മൊബൈൽ ഫോൺ പരിശോധിച്ചതിൽ നിന്നാണ് പോലീസിന് നിർണായക തെളിവുകൾ ലഭിച്ചത്. ആൺകൂട്ടായ്മകളുടെ പല ഗ്രൂപ്പിലും ഉണ്ണികൃഷ്ണൻ അംഗമായിരുന്നുവെന്ന് പോലീസ് കണ്ടെത്തി. ആൺ സുഹൃത്തുക്കളോടായിരുന്നു ഇയാൾക്ക് താൽപര്യം. ഇവർക്കൊപ്പം യാത്ര പോകാനും സമയം പങ്കിടാനും താൽപര്യം കാണിച്ചിരുന്നു. ആൺ സുഹൃത്തുക്കൾക്കൊപ്പം കഴിയാനുള്ള ആഗ്രഹമാണ് ഗ്രീമയുമായുള്ള കുടുംബജീവിതം ഒഴിവാക്കാൻ ഭർത്താവ് ഉണ്ണികൃഷ്ണൻ ശ്രമിച്ചതിന്റെ കാരണമെന്നാണ് യുവതിയുടെ ബന്ധുക്കളുടെയും ആരോപണം. PhD പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാനായി കുടുംബാംഗങ്ങളുമായി സംസാരിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് ഇയാൾ ബോധപൂർവം അകലം പാലിച്ചിരുന്നു. എന്നാൽ ഈ സമയം പലയിടങ്ങളിലേക്കും ആൺ സുഹൃത്തുക്കളെ തേടി ഇയാൾ സഞ്ചരിച്ചുവെന്ന് ബന്ധുക്കൾ പറയുന്നു. 6 വർഷത്തിനിടെ ഗ്രീമയുടെ വീട്ടിൽ ഉണ്ണികൃഷ്ണൻ പോയത് ഒരു ദിവസം മാത്രം. ഇവർ തമ്മിൽ ഒന്നിച്ചു കഴിഞ്ഞത് 54 ദിവസവും. ഭർത്താവിനൊപ്പം വിദേശത്ത് കഴിയാൻ ആഗ്രഹിച്ചിരുന്ന ഗ്രീമ വിവാഹ നിശ്ചയത്തിനു പിന്നാലെ പാസ്പോർട്ട് എടുത്തിരുന്നു. ഭാര്യാപിതാവിന്റെ മരണവിവരം അറിഞ്ഞിട്ടും ഗ്രീമയെ ഫോൺ വിളിക്കുക പോലും ചെയ്തില്ല. ഉണ്ണികൃഷ്ണൻ അല്ലാതെ മറ്റൊരാളെ ഭർത്താവായി സ്വീകരിക്കാൻ ഗ്രീമ തയ്യാറായിരുന്നില്ല. അതിനാലാണ് കഴിഞ്ഞ 6 വർഷവും വിവാഹമോചനത്തിന് തയ്യാറാകാതെ ഗ്രീമ കാത്തിരുന്നതെന്ന് പോലീസ് പറയുന്നു. തന്നോടുള്ള അവഗണനയാണ് മരണകാരണമെന്ന് ആത്മഹത്യാക്കുറിപ്പിലും ഗ്രീമ എഴുതിയിരുന്നു. കഴിഞ്ഞ ബുധനാഴ്ചയാണ് കമലേശ്വരത്ത് അമ്മ സജിതയെയും മകൾ ഗ്രീമയെയും സയനൈഡ് കഴിച്ച് ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ഗ്രീമയുടെ ഭർത്താവ് ഉണ്ണികൃഷ്ണനാണ് മരണത്തിന് കാരണമെന്ന ആത്മഹത്യാക്കുറിപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കേസെടുത്തത്. തുടർന്ന് വിദേശത്തേക്ക് കടക്കാൻ ശ്രമിച്ച ഉണ്ണികൃഷ്ണനെ മുംബൈയിൽ വെച്ച് പിടികൂടി. കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ നിലവിൽ റിമാൻഡിലാണ്. ഇയാളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ ചോദ്യം ചെയ്യാനാണ് പോലീസിന്റെ ആലോചന. ന്യൂസ് 18 തിരുവനന്തപുരം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.